പക്ഷേ ചരിത്രത്തിനൊരു സ്വഭാവമുണ്ട്. ചരിത്രത്തിനൊരു സ്വഭാവമുണ്ട്. ആക്രമിക്കപ്പെട്ട ഒറ്റ ഇമാമിനെയും ലോകം മറന്നിട്ടില്ല. ആക്രമിച്ച ഒരു ഭരണാധികാരിയെയും ഒരു കൊമ്പനെയും ഒരു മേലാളനെയും കാലം ബാക്കി വെച്ചിട്ടില്ല. അതാ സമർക്കന്ദിലെ ഹർത്തങ്കിൽ 3-4 ഏക്കർ വലിയ പൂന്തോട്ടമായി ഒരു കീട്ട് മാനം മുട്ടുന്ന കുബ്ബയുടെ താഴെ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഖബറിന്റെ ഉള്ളിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കിടക്കുന്നത്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ നിലക്ക് മഹാനവറുകൾ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലെ ഹർത്തങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഏക്കർ കണക്കിന് വിശാലമായ പൂന്തോട്ടത്തിന്റെ നടുവിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ സിയാറത്തിന് വരുന്ന സ്ഥലമാണ് മഖ്ബറത്തുൽ ഇമാമിൽ ബുഖാരി. ശാഫി ഇമാം തങ്ങളുടെ മഖ്ബറയിലും ആളൊഴിയുന്നില്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെയും ജനങ്ങൾ ഒഴിയുന്നില്ല. അതാ മഹാനായ മാലികി ഇമാം തങ്ങൾ മദീനയിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്നും രാവിലെയും വൈകുന്നേരവും ആയിരക്കണക്കിന് ജനങ്ങളല്ലേ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നിട്ട് സലാം പറയുന്നത്. അവിടെയാണ് മാലികി ഇമാം റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അപ്പോൾ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ഇൽമും ദീനും പരിപാലിച്ചു നിന്നതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും യാതനകളും അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് പദവി ഉയർത്തിയതാണ്. ഞാനിങ്ങനെ വായിക്കാൻ നോക്കിയാൽ മഹാനായ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മസ്അല അങ്ങ് പറഞ്ഞപ്പോൾ നബവി ഇമാം തങ്ങൾ പറഞ്ഞു, സുന്ദരന്മാരായ ആൺകുട്ടികൾ തെറ്റായ ചിന്തകൾ പുരുഷന്മാർക്ക് ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ആൺകുട്ടികളുമായി ഒറ്റപ്പെട്ട് കഴിയാനോ അമിതമായി അവരോട് ഇടപെടാനോ പാടില്ല എന്ന നിയമം മഹാനായ ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് ഉറക്കെ പറഞ്ഞു. അപ്പോൾ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു. കുറെ ചെറുപ്പക്കാരായ കുട്ടികളെ പറഞ്ഞു വിട്ടു നബവി ഇമാമിനെ കളിയാക്കാൻ. നബവി ഇമാം തങ്ങളെ കളിയാക്കാൻ കുറെ കുട്ടികളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ കുട്ടികൾ എന്നിട്ട് ചോദിക്കാണ്, നബവി ഇമാം തങ്ങളെ വിവാഹം കഴിക്കാൻ മറന്ന മഹാനാണ്, ഇൽമു കൊണ്ട് ജോലിയായ മഹാനാണ്, പ്രായപൂർത്തിയായ ശേഷം മരണം വരെ ഒരു വഖത്തും ജമാഅത്ത് മുടങ്ങാത്ത മഹാനാണ്, ഒരു ദിവസവും വിത്ർ മുടങ്ങാത്ത മഹാനാണ്, ഒരു രാത്രിയും തഹജ്ജുദ് മുടങ്ങാത്ത മഹാനാണ്, ലോകത്ത് മുഴുവനും സ്വീകാര്യമായ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ആ മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് ചെറുപ്പക്കാരായ കുട്ടികൾ വന്ന് കളിയാക്കിയപ്പോ നബവി ഇമാം തങ്ങളുടെ ഒറ്റ നോട്ടമാണ് കളിയാക്കാൻ വന്ന കുട്ടികളുടെ മുഖത്തെ മാംസം ഉരുകി ഒലിക്കും പോലെ ഒലിച്ചുപോയി എന്ന് ചരിത്രം പറഞ്ഞില്ലേ. ആ നബവി ഇമാം തങ്ങളെയും വെറുതെ വിട്ടില്ല, സുബ്കി ഇമാം തങ്ങളെ വെറുതെ വിട്ടില്ല, കൊല്ലാൻ കൊണ്ടുപോയില്ലേ. ഉലമാ ഉമ്മത്തി കംബിയാഇ ബനി ഇസ്രായീൽ, ഇസ്രായേലിലെ പ്രവാചകന്മാരെ എത്ര പേരെയാണ് കൊന്നുകളഞ്ഞത്, അതുപോലെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെയും കൊല്ലാൻ ശ്രമിക്കുന്നവരും കൊന്നുകളഞ്ഞവരും ഉണ്ടാകുമെന്നല്ലേ ഹദീസ് പഠിപ്പിക്കുന്നത്. എന്റെ സാധാരണക്കാരായ ജനങ്ങളെ, അതുകൊണ്ട് നമ്മൾ നല്ല ഈമാനോടെ ജീവിക്കണം. ഹഖായ ദീനിൽ ജീവിക്കാൻ വളരെ വലിയ പ്രയാസമാണ്. കനൽ പദത്തിലൂടെ നടന്ന പണ്ഡിതന്മാരെ വായിച്ചാൽ, ഞാൻ ഇന്ന് ഈ പ്രസംഗത്തിന് വേണ്ടി മാത്രം നോക്കുമ്പോൾ ഒരു 4-5 ദിവസം ഇവിടെ പരമ്പര പറയാൻ മാത്രം ഇമാമിങ്ങളുടെ ചരിത്രമുണ്ട്. ഇമാമുന സുയൂത്തിയെ പറയാനുണ്ട്, ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങളെ പറയാനുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നുഐം ഇബ്നു ഹമ്മാദ് തങ്ങളെ പറയാനുണ്ട്, നബവി ഇമാം തങ്ങളുടെ എത്രയോ ചരിത്രം പറയാൻ ബാക്കിയാണ്. താഊസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറയാൻ
പറയാനുണ്ട്, അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുണ്ട്. എത്രയോ ഇമാമുകളുടെ നീണ്ട ചരിത്രം ഞാൻ നിങ്ങളോട് തൊട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരെല്ലാം കനൽ പദത്തിലൂടെ നടന്നു നീങ്ങിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊണ്ട അലിമീങ്ങളാണ്. അവർക്ക് ലോകം മുഴുവനും കൂരമ്പുകൾ കൊണ്ടുവന്നിട്ടും അവരിളകിയില്ല, കുലുങ്ങിയില്ല. അവരെ അംഗീകരിക്കുന്ന ആളുകൾ ലോകത്ത് അവസാനിച്ചില്ല. അതല്ലേ ആഖിറത്തിന്റെ അലിമീങ്ങളുടെ ഗുണം. അതുകൊണ്ട് ഈമാനുള്ള ജനതയെ ആലോചിക്കണം. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിന്നത് ഭരണകൂടങ്ങളിലൂടെയല്ല, ആലിമീങ്ങളിലൂടെയാണ്. നിയമപുസ്തകങ്ങളിലൂടെയല്ല, കിതാബുകളിലൂടെയാണ്. പണ്ഡിതന്മാരെഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇവിടെ ദീൻ നിലനിന്നത്. മുഹദ്ദിഥീങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയാണ്, ആലിമീങ്ങളുടെ സേവനത്തിലൂടെയാണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നത്. ആ ദീൻ ഇവിടെ മറഞ്ഞു പോയിക്കൂടാ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഞാൻ നീട്ടുന്നില്ല. എന്റെ ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് വിനയത്തോടെ ഒന്ന് പറയാനുണ്ട്. പെങ്ങളെ, ഈ സമുദായത്തിലെ സഹോദരിമാര് ഇന്ന് തെരുവോരങ്ങളിൽ ഉറഞ്ഞു തുള്ളിയിട്ട് അള്ളാനെ മറക്കുന്നൊരു കാലമാണ്. പർദയുടെ മറവിൽ പോലും അനാശാസ്യതകൾ ചെയ്യുന്ന കാലമാണ്. അള്ളാനെ മറന്നിട്ട് ഓടിച്ചാടി ജീവിക്കല്ലേ മോളെ. എന്തേ നിനക്ക് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ചിന്തിക്കാൻ നേരമില്ലേ? ഞാനിവിടെ തൊട്ടടുത്ത് ചെക്കിയാട് വഅദിന് വന്നപ്പോൾ ഒരു കാര്യം എന്റെ സദസ്സിനോട് ചോദിച്ചിരുന്നു. അതാ ഞാൻ അതിന്റെ തലേന്ന് ഖത്തറിൽ സംസാരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിരുന്നു. നമ്മുടെയൊക്കെ സഹോദരിമാർ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരികൾ, അവർക്കൊന്ന് സുലഭമായി ടെലിഫോണുണ്ട്, ആരെയും വിളിച്ചു വരുത്താൻ. എവിടേക്കും എത്തിപ്പെടാനുള്ള വാഹനമുണ്ട്, ആരെയും കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനുള്ള വീടുണ്ട്, എല്ലാ തോന്നിവാസങ്ങളും പരസ്യം ചെയ്യുന്ന ടെലിവിഷനുണ്ട്. ഇതിന്റെ നടുവിൽ ജീവിച്ചിട്ട് ഈ സമുദായത്തിലെ എത്ര പെൺകുട്ടികളാണ് വഴികേടായി പോയത്. കോഴിക്കോട് ജില്ലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ, ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറയുകയാണ്, സ്കൂളിൽ വരുന്ന 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നൊരു CD പിടിച്ചെടുത്തു. ആ CD അങ്ങ് പിടിച്ചെടുത്തപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയി പരിശോധിച്ചു. വളരെ വൃത്തികെട്ട ചിത്രങ്ങളാണതിൽ. ഇന്നാലില്ലാഹ്. ആ മകളെ വിളിച്ചു ചോദിച്ചു, മോളെ ഇതെവിടെന്ന് കിട്ടിയതാണ്? അത് ഉമ്മാന്റെ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. ഉമ്മാക്ക് എവിടെന്നാണ് ഈ CD ഒക്കെ കിട്ടുന്നത്? അതപ്പുറത്തെ ഏട്ടം കൊണ്ട് കൊടുക്കുന്നതാണ്. ഇന്നാലില്ലാഹ്. ഈ കുട്ടിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ ആ തള്ള പറയാണ്, ഇതെന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞാൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്തു കളയുമെന്ന്. എവിടെ എത്തിപ്പോയി മോനെ നമ്മുടെ സമുദായത്തിന്റെ സദാചാരബോധം? ഇതുപോലെ എത്രയെത്ര അകത്തളങ്ങളിലാണ് അരുതായ്മകൾ ചീഞ്ഞു നാറുന്നത്. ഞങ്ങൾ സംഘടനയുടെ ഉണർത്ത് ജാഥയുമായി ഒരിക്കൽ എറണാകുളം ജില്ലയിലെത്തിയപ്പോൾ അന്നവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്താണ് അവിടെ? ഞങ്ങൾ എത്തിയ പ്രദേശമൊന്നും ഞാൻ കൃത്യമായി പേര് പറയുന്നില്ല. അതാ അവിടെ ഒരു വിഷയം നടക്കുകയാണ്. എന്താണ്? അതാ ഒരു ഗൾഫുകാരന്റെ ഭാര്യ അമ്മോശൻ കാക്കയുടെയും അമ്മയുമുള്ള വീട്ടിൽ താമസിക്കുകയാണ്. അവളുടെ ചില ഇടപെടലുകൾ ഗുരുതരമാണെന്ന് കണ്ട അമ്മോശൻ കാക്ക വിലക്കി, മോളെ ഇങ്ങനെയാകരുതെന്ന്, നല്ല നിലക്ക് ജീവിക്കണമെന്ന് അവളോട് ഉപദേശിച്ചു. തെറ്റിന്റെ വഴിയിൽ പോകരുതെന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. ഇന്നാലില്ലാഹ്. 5 നേരവും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആ നല്ല മനുഷ്യന്റെ ജനാസ അതാ മേലത്തെ റൂമിൽ നിന്ന് കയറിൽ താഴേക്ക് വീട്ടിന്റെ മുറ്റത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. വിവരമന്വേഷിച്ചു ചെല്ലുമ്പോൾ ഈ മരുമകൾ തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്.
എവിടെ എത്തിപ്പോയി ഈ സമുദായത്തിന്റെ സദാചാരബോധം? നമ്മൾ ജാടകളുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്? നമ്മൾ മോടികളുടെ ലോകത്തല്ലേ ജീവിക്കുന്നത്? വലിയ വീട് പണിയുന്ന തിരക്കിലല്ലേ നമ്മൾ? ഉയർന്ന വാഹനത്തിൽ പാറിച്ചീറുന്ന ചിന്തയിലല്ലേ നമ്മൾ? നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗരിമയിലല്ലേ നമ്മൾ? അതേ സമയത്ത് കയ്യിലിരിക്കുന്ന മൊബൈലിൽ, നിങ്ങളുടെ മകന്റെയും മകളുടെയും മൊബൈലിൽ എത്ര അന്യപുരുഷന്മാരുടെ, അന്യ സ്ത്രീകളുടെ ചിത്രമുണ്ട്, നമ്പരുണ്ട്. അവരുടെ സ്വതന്ത്രമായ സമയങ്ങൾ ആരോടൊക്കെയാണ് വ്യവഹാരം നടത്തുന്നത്? പാതിരാത്രി 12 മണിക്ക് അങ്ങാടിയിലെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നുകൊണ്ട് കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരന്റെ ഫോണിന്റെ അങ്ങേ തല ഏതോ ഒരു വീട്ടിലെ പ്രൈവറ്റ് റൂമിൽ കിടക്കുന്ന മുസ്ലിം പെണ്ണിന്റെ കീശയിൽ കിടന്ന് ചലിക്കുന്ന മൊബൈലല്ലേ? ഇന്ന് വലിയ വലിയ സൗകര്യങ്ങൾ വന്നപ്പോ നമ്മുടെ ഓരോ മക്കൾക്കും ഓരോ റൂമില്ലേ? അതിൻ്റെ അകത്തളങ്ങളിൽ അവരുടെ കയ്യിൽ സ്വതന്ത്രമായ ഇന്റർനെറ്റ് സംവിധാനമില്ലേ? മൊബൈലുകൾ അവര് വ്യാപകമായി ഉപയോഗിക്കുന്നില്ലേ? എവിടെ എത്തിപ്പോയി മോനെ ഈ സമുദായത്തിന്റെ ഗതി? പറയുന്നവരെ പ്രതിക്കൂട്ടിലാക്കുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? 3 ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതല്ല. ആരാണ് സ്വർഗത്തിലേക്ക് കടക്കാതിരിക്കുന്ന 3 ആളുകൾ? ആരാണ്? ഹദീസിലൂടെ പറയുകയാണ്, സലാസുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. 3 ആളുകൾക്ക് നരകം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. 1 മുദ്മിനുൽ ഖംരി, 2 അൽ ആഖ് മദ്യപാനിയും കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവനും മാതാപിതാക്കളോട് കുരുത്തക്കേട് കാണിക്കുന്നവനും, വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ. 3ാമതായി സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട ആളാരാണ്? ദയ്യൂസ് എന്ന് പറയുന്ന ആളാണ്. ആ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാന്മാര് എഴുതിയില്ലേ, അയാളുടെ വീട്ടിൽ തോന്നിവാസങ്ങൾ നടന്നിട്ട് അയാൾക്ക് പരാതിയില്ല. മോള് അന്യന്റെ കൂടെ കറങ്ങിയിട്ട് പരാതിയില്ല. ഭാര്യ അന്യപുരുഷനുമായി തിരിയാൻ പോയിട്ട് പരാതിയില്ല. മക്കള് സിനിമ കാണുന്നതിൽ പരാതിയില്ല. മക്കള് സീരിയൽ കാണുന്നതിൽ പരാതിയില്ല. അങ്ങനെയുള്ളവനാണ്. അതാ എന്നിട്ട് മഹാന്മാര് എഴുതുകയാണ്, قال الشيخ أحمد يارخان رحمه الله تحت قوله صلى الله عليه وسلم. ഇമാം അഹ്മദ് യാർഖാൻ റഹിമഹുല്ലാഹ് എന്ന മുഫസ്സിർ എഴുതുകയാണ്, അദ്ദയ്യൂസ് الذي يقر في أهله الخبث. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വീട്ടിൽ നടക്കുന്ന അനാശാസ്യതകളിൽ പരാതിയില്ലാത്തവനാണ്. قال بعض الشارحين الظاهر أن المراد من الخبث الزنا ودواعيه، أي من لا يمنع أهله من الزنا والفواحش والسفور مع القدرة ولا يبالي باختلاطهن مع الأجانب وغيرها من الأعمال الدالة على قلة الحياء فهو ديوث. ആരാണ് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? മകളോ ഭാര്യയോ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നതിൽ ഇവന് യാതൊരു പരാതിയില്ല. കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ് സ്വന്തം ഭാര്യയോട്, അഥവാ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതിൽ, അന്യപുരുഷന്മാരോട് ഇടവലരുന്നതിൽ, അതുപോലെ നമ്മുടെ പെൺമക്കൾ പോയി അന്യപുരുഷന്മാരോട് ഇടകലരുന്നതിൽ പരാതിയില്ലാത്തവനാണ് ദയ്യൂസ്. ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. അവർക്ക് സ്വർഗം ഹറാമാണ്.